ഹലോ, ഞാൻ വിശ്വാസം വിശ്വനാഥൻ. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ അർജുൻ നമ്മളെ വിട്ടുപിരിഞ്ഞ് ഇന്ന് അർജുനെ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. കഴിഞ്ഞ 73 ദിവസങ്ങളായി അർജുനു വേണ്ടി നമ്മൾ കാത്തിരുന്നു എന്ന് പറയുന്നതാവും ശരി. കേരളം ഒന്നാകെ ഒരു ഒരു ഡ്രൈവറിനപ്പുറത്ത് ഒരു പ്രതീക്ഷയായിരുന്നു, ഒരു കുടുംബത്തിൻ്റെ സ്വപ്നമായിരുന്നു. അർജുനെ കിട്ടില്ല, ഇനി അർജുനെ ജീവനോടെ കിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ പോലും നമ്മൾ ഭൗതിക ശരീരം ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്നറിയാം. ഹിമവാൻ്റെ പുത്രിയായ ഗംഗ, അതിനേറെ വാശിയുള്ള നമ്മുടെ മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന ഗംഗാവാലിപ്പുഴ ശരിക്ക് കൊടകിൻ്റെ തലസ്ഥാനത്ത് വരുന്ന, പക്ഷേ അതൊരിക്കലും ഇത്ര സംഹാരവിദ്യയാവും എന്ന് പ്രതീക്ഷിക്കാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവൾക്കൊരു വാശിയായിരുന്നു, എല്ലാം എനിക്ക് വേണമെന്ന്. ആ വാശി മറികടക്കാൻ നമ്മൾ 72 ദിവസം കേരളത്തിലെയും കർണാടകയിലെയും സർക്കാരുകളുടെ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് മണ്ണുമാന്തി അല്ലെങ്കിൽ ട്രെജർ അവിടെ എത്തിക്കാൻ കഴിഞ്ഞതും നമ്മൾ ശക്തിയുക്തം അവളുടെ അടുത്ത് നിന്ന് അവൾ പിടിച്ചു വച്ചതെല്ലാം തിരിച്ചു വാങ്ങാൻ നമ്മൾ തയ്യാറായത്. അപ്പോഴും അവളുടെ വാശി ജയിച്ചു. ആത്മാവൊഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഞാൻ തന്നു. വണ്ടിയുടെ ബുക്കും പേപ്പറും, ഭൗതിക ശരീരം, മൊബൈൽ ഫോണ്, പൈസ അടങ്ങിയ പേഴ്സ് എന്ന് വേണ്ട എല്ലാം. പക്ഷെ അപ്പോഴും അതിനകത്തൊരു പ്രധാനപ്പെട്ട സാധനം ഉണ്ടായിരുന്നു, അർജുൻ്റെ സ്വപ്നം, ആ ലോറി, ആ കളിപ്പാട്ടം. നെഞ്ചോട് ചേർത്തിട്ടാണ് ആ കളിപ്പാട്ടം അവൻ വാങ്ങിയതും ആ വാഹനത്തിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഒരുപക്ഷെ ആ വീട്ടിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ കളിപ്പാട്ടം ആ വീട്ടിലേക്ക് എത്തി. ആരൊക്കെ കൊണ്ടുവന്നു? കർണാടകയിലെ മുഴുവൻ ആളുകളുടെ സഹായത്തോടെ, ഈശ്വരമാർപ്പ മുതൽ എല്ലാവരും, അവിടുത്തെ ഷിരൂരിലെ കളക്ടർ, പിന്നെ സൈനിക സേവന, പോലീസ് എന്ന് വേണ്ട എല്ലാവരും കൂടി ചേർന്നാണ് ആ വീട്ടിലെത്തിച്ച് ഏറ്റുവാങ്ങിയത് കേരളത്തിൻ്റെ ഒരു കൂട്ടം മന്ത്രിമാർ. അഭിമാനത്തോടെ പറയാം, കേരള ഗവൺമെൻറ്റിൻ്റെ ഇടപെടലില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങനൊരു തെരച്ചിൽ പോലും ഉണ്ടാവില്ലായിരുന്നു. തെരച്ചിൽ നിർത്തിപ്പോയതാണ്. തെരച്ചിൽ നിർത്തിപ്പോയി. ഈശ്വർ മാൽപ്പേനെ മുങ്ങാൻ സമ്മതിക്കാണ്ട് കയറ്റി വിട്ടതാണ് അവർ, കർണാടക. എന്നിട്ടും വിധിയുടെ മുമ്പിൽ എല്ലാവരും തോറ്റു മടങ്ങി. അവസാനം എല്ലാ വാശി ഉപേക്ഷിച്ച് ഗംഗാവാലി നമുക്ക് അവൻ്റെ ഭൗതിക ശരീരം തന്നു. ഇന്ന് എല്ലാ ആളുകളുടെ കണ്ണുനീര് ഏറ്റുവാങ്ങിക്കൊണ്ട് ആദരാജ്ഞ അർപ്പിച്ച് ഇന്ന് ഭൗതിക ശരീരം നമ്മൾ മറവ് ചെയ്തു. ഇതിൽ മറക്കാത്ത ഒരാളുണ്ട്, മനാഫ്. ഒരു വാഹനത്തിൻ്റെ ഉടമ മാത്രമല്ല അയാൾ. കഴിഞ്ഞ 72 ദിവസം ഒരു ഭ്രാന്തനെ പോലെ ഭക്ഷണവും വെള്ളവും എല്ലാം ഉപേക്ഷിച്ച് വെറും അലഞ്ഞ് തിരിയുമായിരുന്നു ഗംഗാവാലി പുഴയുടെ ആ തീരത്തോടെ. അതിനിടയ്ക്ക് എത്ര പ്രാവശ്യം അദ്ദേഹത്തെ ആ പോലീസുകാരും എന്ന് വേണ്ട എല്ലാവരും നീ ഇവിടുന്ന് പോകണമെന്നും പറഞ്ഞ് എത്ര പ്രാവശ്യം ഉപദ്രവിച്ചു, എത്ര പ്രാവശ്യം ഓടിച്ചു, എത്ര പ്രാവശ്യം അയാളുടെ വാഹനം അവിടെ നിന്ന് തള്ളി മാറ്റി വിട്ടു. ഇതൊക്കെ നമ്മൾ കണ്ട. അതിനേക്കാളേറെ മറ്റൊന്നുകൂടിയുണ്ട്. കേരളത്തിലെ പ്രമുഖരായ പത്രപ്രവർത്തകർ, ഓൺലൈൻ മാധ്യമങ്ങൾ, എല്ലാവരും, കേരളത്തിലെ 3.5 കോടി മലയാളികൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു, ഈശ്വര ദൈവമേ, അല്ലാഹ്, ഞങ്ങൾക്ക് അവൻ്റെ മൃതശരീരമെങ്കിലും തിരിച്ചു തരണേ. പക്ഷെ എന്തായാലും എല്ലാം നല്ലപടിയായി സംഭവിച്ചു. നമുക്ക് അഭിമാനത്തോടെ പറയാം, നമ്മൾ ഒന്നിച്ച് നിന്നാൽ ഇതെല്ലാം ഇതിനപ്പുറം നടക്കും. എല്ലാവർക്കും ഈ കർമ്മത്തിൽ പങ്കെടുക്കാനെത്തിയവരും ദൃശ്യമാധ്യമങ്ങളിലും അല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങളും കാണുമ്പോഴും കണ്ണീരോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.